Hi all, welcome to EduBlitz Learning. So ഇന്നത്തെ ക്ലാസ്സിൽ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ 2025 കാറ്റഗറി 2 ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു ക്വിക്കായിട്ടുള്ള സോൾവിങ് സെക്ഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 131. ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ദ സബ് കോൺഷ്യസ് പ്രോസസ് ഓഫ് അബ്സോർബിങ് ലാംഗ്വേജ് റൂൾസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഈസ് കോൾഡ്. നമ്മൾ അബോധ മനസ്സിൽ നമ്മളെ ലാംഗ്വേജിൻ്റെ സ്ട്രക്ചേഴ്സ്, അതിൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഏത് തരത്തിലാണ്? അതിൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അക്വിസിഷൻ, ലേണിംഗ്, പ്രൊഡക്ഷൻ, കോംപ്രിഹെൻഷൻ. നമ്മൾ ഓപ്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ അക്വിസിഷൻ. അക്വിസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അക്വയർ ചെയ്യുന്നത്. ഇത് ഉത്തരാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ലേണിംഗ്. ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചെടുക്കുക. മൂന്നാമത്തെ പ്രൊഡക്ഷൻ ആൻഡ് കോംപ്രിഹെൻഷൻ. പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക, നമ്മൾ ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യുക. അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ. കോംപ്രിഹെൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ നമുക്ക് ഏറ്റവും ഏകദേശം യോജിച്ചിട്ടുള്ള ആൻസർ ഏതായിരിക്കും? അക്വിസിഷനാണ്. അക്വിസിഷൻ എന്ന് വെച്ചാൽ അതായത് നമ്മൾ ലാംഗ്വേജ് എന്താക്കുക, മനസ്സിലാക്കുക, അതായത് അക്വയർ ചെയ്യുക. നമ്മൾ അക്വിസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? അക്വയർ ചെയ്യുക എന്ന് വെച്ചാൽ അത് സബ് കോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ്സാണ് അക്വിസിഷൻ. അപ്പോൾ എന്താണ്? സബ് കോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് അക്വിസിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ആക്റ്റീവ് സ്കിൽ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ സ്റ്റോറി ടെല്ലിംഗ്? നമ്മൾ കഥകൾ പറയുന്നതിലൂടെ നമുക്ക് ഏത് തരത്തിലുള്ള സ്കില്ലാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക? വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമല്ലേ. അപ്പോൾ എന്തായിരിക്കും? സ്പീക്കിംഗ് ആയിരിക്കും. ഈസി അല്ലേ? അതായത് നമ്മൾ സംസാരിക്കുന്നതിലൂടെ മാത്രമാണ് നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ് നമുക്ക് വർദ്ധിക്കാൻ പറ്റുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, fill in the blank. Would you mind dash the salt please? അപ്പോൾ ഇതെന്താണ്? ഇതിൻ്റെ ആൻസർ വരിക ഏതാണ്? പാസ്സാണോ, പാസിംഗ് ആണോ, ടു പാസ് ആണോ, പാസസ് ആണോ? അപ്പോൾ ഇതിലുള്ള റൂൾ എന്ന് വെച്ചാൽ വുഡ് യു മൈൻഡിൻ്റെ കൂടെ പോയോ എന്താണ് വരിക? ING ഫോമാണ് വരിക. ING ഫോമാണ് വരിക. അപ്പോൾ ഇതിൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും പാസിംഗ് ആണ്. ബാക്കി എല്ലാത്തിൻ്റെ കൂടെ എന്തില്ല? ING ഫോം ഇല്ല. വുഡ് യു മൈൻഡിൻ്റെ കൂടെ പൊതുവെ നിർബന്ധമായിട്ട് വരിക എന്താണ്? ING ഫോമാണ്. അപ്പോൾ ആ റൂള് പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ന്യൂറോളജിക്കൽ ആൻഡ് ഡെവലപ്മെൻറ്റൽ കണ്ടീഷൻ ദാറ്റ് എഫക്ട്സ് കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് ബിഹേവിയർ. ഇത് ചോദ്യം എന്ന് വെച്ചാൽ കറക്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇംഗ്ലീഷിൻ്റെ പെഡഗോഗിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്താമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓട്ടിസമാണ്. അതാണ് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ. Next one, who put forward the concept of zone of proximal development? ഇതും സൈക്കോളജി, പെഡഗോഗി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ 1 വൈഗോസ്കിയാണ്. നമ്മൾ സൈക്കോളജിയിൽ BEdനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വൈഗോസ്കിയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ സജഷൻ? സജഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരാളോട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. വൈ ഡോണ്ട് വി ഗോ ടു ദ പാർക്ക് ദിസ് ഈവനിങ്? ഇതെന്ന് വെച്ചാൽ നമുക്ക് എന്തുകൊണ്ട് പാർക്കിലേക്ക് പോയിട്ടില്ല? ഇതിൽ സജഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? നെക്സ്റ്റ്, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ് ലഗേജ്? നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അതിലെന്താണ്? നിങ്ങൾ സഹായിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു റിക്വസ്റ്റ് അല്ല, ഒരിക്കലും എന്തല്ല ഒരു സജഷൻ അല്ല, അതൊരു റിക്വസ്റ്റാണ്. അപ്പോൾ സജഷനായിട്ട് കാണാൻ പറ്റില്ല. മീറ്റ് മീ അറ്റ് 7 o'clock, മീറ്റ് മീ അറ്റ് 5 o'clock. 5 o'clock നിർബന്ധമായി കാണണം എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു സജഷൻ അല്ല. ഹൗ ഡു ഐ ഗെറ്റ് ടു ദി റെയിൽവേ സ്റ്റേഷൻ? എനിക്ക് എങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം? അതിലൊരു സജഷൻ അല്ല. അപ്പോൾ എന്താണ്? ഓപ്ഷൻ A ആണ് കറക്റ്റ്. അതായത് നമുക്ക് എന്തുകൊണ്ട് പാർക്കിൽ പോയിക്കൂടാ, അതല്ലേ സജഷൻ. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 138 ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സ്ട്രക്ചറൽ വേർഡ്? ഏതാണ് സ്ട്രക്ചറൽ വേർഡ്? സ്ട്രക്ചറൽ വേർഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മീനിങ് ഇല്ലാത്ത ഒരു ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള സംഗതിയാണ് എന്ത്? സ്ട്രക്ചറൽ വേർഡ്. ഇതിലുള്ള ഐഡിയ, ഓരോ വേർഡ്സും നമുക്ക് നോക്കാം. ഐഡിയ എന്ന് വെച്ചാൽ എന്താ? അതിനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ട്. നെക്സ്റ്റ് മെയ്ക്കിനും എന്താണ്? ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ട്. നെക്സ്റ്റ് മെത്തേഡിലും എന്താണ്? ആയിക്കോട്ടെ, മെത്തേഡ് ടു സ്റ്റഡി ദിസ്. അതായത് മെത്തേഡ് എന്ന് വെച്ചാൽ എന്താ? മെത്തേഡ് എന്ന് വെച്ചാൽ അതിനൊരു ഇൻഡിപെൻഡൻറ്റ് മീനിങ്. പക്ഷേ ഇതിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് മീനിങ് ഇല്ലാതെ നമ്മൾ ഒരു പ്രിപ്പൊസിഷൻ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്? ദ വേർഡ് ഫ്രം. ഫ്രം എന്ന് വെച്ചാൽ നമ്മൾക്കൊരു പ്രിപ്പൊസിഷനായിട്ട് കണക്കാക്കാം. അതെന്താണ്? ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മീനിങ് ഇല്ല, എന്തെങ്കിലും കൂടെ മിക്സ് ചെയ്താൽ മാത്രമേ മീനിങ് ആയിട്ട് വരൂ. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് ഫ്രം. നെക്സ്റ്റ് വൺ, ചൂസ് ദി കറക്റ്റ് പ്രിപ്പൊസിഷൻ. വി ആർ ഹെഡിങ് ഡാഷ് ബീച്ച്. അപ്പോൾ ഇതിൻ്റെ ആൻസറായി വരിക വി ആർ ഹെഡിങ് ടു ദി ബീച്ച്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ബീച്ചിലോട്ടാണ് പോകുന്നത്.
നെക്സ്റ്റ് ചോദ്യം എന്തിനെക്കുറിച്ചാണ്? ഇതൊരു പെഡഗോഗി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിലുള്ള ഓപ്ഷനിൽ ഏതാണ് മാച്ച് ചെയ്യാത്തത്? ഇതിൽ മാച്ച് ചെയ്യാത്തത് സ്ട്രക്ചറൽ അപ്രോച്ച് ബൈ ഡെൽ ഹൈംസ്. ഇതിൻ്റെ ആൻസർ അല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം. നെക്സ്റ്റ് വൺ, ELT റെഫേഴ്സ് ടു. ELT എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവർക്കും അറിയുന്നല്ലോ. ELT എന്ന് വെച്ചാൽ എവരിഡേ ലാംഗ്വേജ് ട്രെയിനിങ് ആണോ? അല്ലല്ലോ. നമ്മൾ ELTൻ്റെ കോഴ്സുകൾക്കൊക്കെ പോകല്ലേ. ELT എന്ന് വെച്ചാൽ എവരിഡേ ലാംഗ്വേജ് ട്രെയിനിങ് അല്ല. പിന്നെന്താ, എൻ്റർടൈൻമെൻറ്റ് ലാംഗ്വേജ് ടീച്ചിങ് ആണോ? അല്ല. എന്താണ് ഇതിൻ്റെ ഉത്തരം? ഈസിയാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. ELT എന്ന് വെച്ചാൽ എന്താണ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഫോണറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ എ സൈലൻറ്റ് ലെറ്റർ? ഇത് നമ്മൾ ഫോണറ്റിക്സിൽ പല വാക്കുകൾ ഉച്ചരിക്കുമല്ലോ. അപ്പോൾ അതിൽ ഏത് വാക്കാണ്, ഏത് ലെറ്ററാണ് ഇതിൽ പ്രൊനൗൺസിയേഷൻ വരാത്തത് എന്നതിനെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ, നോബ്. നോബിൽ എന്താണ്? ഇതിൽ ഏതെങ്കിലും വേർഡ് പ്രൊനൗൺസ് ചെയ്യാതിരിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. നോബിൽ എന്താണ്? ക്ക് എന്നുള്ള സൗണ്ട്, കെ സൗണ്ട് എന്താണ്? ഇവിടെ പ്രൊനൗൺസ്ഡ് അല്ല. നെക്സ്റ്റ് വൺ, ബ്രഷിൽ എന്താണ്? നമുക്ക് മനസ്സിലാക്കാം. ബ്രഷിൽ എന്താണ്? എല്ലാ വേർഡ്സും പ്രൊനൗൺസ്ഡ് ആണ്. അപ്പോൾ ഇതിലെന്താണ്? ഡസ് നോട്ട് കണ്ടെയ്ൻ എ സൈലൻറ്റ് ലെറ്റർ. സോ ഡസ് നോട്ട് കണ്ടെയ്ൻ എ സൈലൻറ്റ് ലെറ്റർ. പക്ഷെ ബാക്കിയുള്ള വേർഡ്സ് ഒന്ന് നോക്കാം. ടോക്കിൽ ഏത് ലെറ്റർ ആയിരിക്കും സൈലൻ്റ് ആയിട്ടുള്ളത്? എന്താണ്? ലീ സൗണ്ട് എന്നാണ്, സൈലൻ്റ് ആണ്. അതുപോലെ കോളമിൽ എന്നാണ്? ഈസി അല്ലേ. എൻ സൗണ്ട് എന്നാണ്, ന്യൂ സൗണ്ട് എന്നാണ്, അതിൽ പ്രൊനൗൺസ്ഡ് അല്ല. അപ്പോൾ ബ്രഷാണെന്ത്? കംപ്ലീറ്റ്ലി പ്രൊനൗൺസ്ഡ് ആയിട്ടുള്ള വേർഡ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 145. യു ആർ റീഡിങ് ആൻ ഇമെയിൽ ലുക്കിംഗ് ഫോർ എ സ്പെസിഫിക് പീസ് ഓഫ് ഇൻഫർമേഷൻ. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കണ്ടെത്താൻ. ഇതിലുള്ള ഓപ്ഷൻസ് നോക്കാം. ഏതൊക്കെയാണ്? സ്കാനിങ്, എക്സ്റ്റെൻസീവ് റീഡിങ്, സ്കിമ്മിങ്, ഇൻറ്റൻസീവ് റീഡിങ്. അപ്പോൾ ഓരോ ഓപ്ഷൻസ് നോക്കാം. ഇൻറ്റൻസീവ് റീഡിങ്. ഇൻറ്റൻസീവ് എന്ന് വെച്ചാൽ എന്താ? പേരിൽ തന്നെയല്ല, ഇൻറ്റൻസീവായിട്ട് നമ്മൾ ഭയങ്കര ശക്തമായിട്ട് വായിക്കുന്നത്, ഭയങ്കര എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുള്ള ഉദ്ദേശത്തോടുള്ള വായിക്കുന്നത്, അതായിരിക്കുമല്ലോ ഉത്തരം. നെക്സ്റ്റ് വൺ, സ്കിമ്മിങ് എന്ന് വെച്ചാൽ നമ്മൾ സ്പീഡിൽ വായിച്ചു പോകുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ, എക്സ്റ്റെൻസീവ് റീഡിങ്. എക്സ്റ്റെൻസീവ് റീഡിങ് എന്ന് വെച്ചാൽ എക്സ്റ്റെൻസീവായി വായിക്കുക എന്നല്ല, എന്താണ്? പ്ലഷറിന് വേണ്ടിയിട്ട് നമ്മളൊരു എന്തെങ്കിലും ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് വായിക്കുന്നതാണ് എന്ത്? എക്സ്റ്റെൻസീവ് റീഡിങ്. അപ്പോൾ അതുമല്ല ഉത്തരം. നെക്സ്റ്റ് വൺ, സ്കാനിങ് എന്ന് വെച്ചാൽ ഇവിടെ ഇതാണ് ഇതിൻ്റെ ഉത്തരം. കാരണം നമ്മൾ സ്പെസിഫിക് പീസ് ഓഫ് ഇൻഫർമേഷൻ കണ്ടെത്താൻ വേണ്ടി നമ്മൾ സ്കാൻ ചെയ്ത് വായിക്കുന്നതാണ് എന്ത്? ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. Next one, the manager decided to dash the meeting due to the lack of attendance of employees. അപ്പോൾ ഇതിൽ വരുന്നത് എന്താണ്? ഇതൊരു പ്രൊപ്പോസിഷൻ ആണ്. എന്താണ്? ഓഫാണ് വരുന്നത്. മീറ്റിംഗ് അവസാനിക്കാൻ തീരുമാനിച്ചു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 147. ഷീ ഹാസ് ബീൻ ലിവിങ് ഇൻ ഡൽഹി ഡാഷ് 10 years. സോ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് എന്തായിരിക്കും? സിൻസ് ആണ്. സിൻസ് എന്തുകൊണ്ടാണ്? നമ്മളൊരു പെർട്ടിക്കുലർ ടൈം പീരീഡ് മുതൽ ഈ സമയം വരെ എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണിത് സിൻസ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതൊന്ന് കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു.